നമസ്കാരം. ഈ വരുന്ന ഓഗസ്റ്റ് 2-ാം തീയതി രാവിലെ 10 മണിക്ക് തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള രാഘവേന്ദ്ര ഭജനമഠത്തിൽ വെച്ച് ആത്മ ഫൗണ്ടേഷൻ ഒരു പാരൻറ്റിങ് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. പാരൻറ്റിങ്ങിനും പരിശീലനം വേണോ, പാരൻറ്റിങ്ങിനെ കുറിച്ച് പൊതുവായി ചർച്ച ചെയ്യണോ എന്നൊക്കെ നമുക്ക് ആദ്യം തന്നെ ഒരു ചോദ്യം വരാം. കാരണം നമ്മൾ ഏറ്റവും കോൺഫിഡൻസോടുകൂടി അഹങ്കാരത്തോടു കൂടി ഒരു പക്ഷേ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ ദൗത്യങ്ങളിലൊന്നാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. മറ്റെല്ലാ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനത്തിൻ്റെ ടാർഗറ്റായിട്ട് വരുന്ന വസ്തുക്കളെ സംഭവങ്ങളെയൊക്കെ സ്വാധീനിക്കുമെങ്കിൽ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ തന്നെ സ്വാധീനിക്കുന്ന ഒരു പ്രക്രിയയാണ്. മുൻപത്തെ കാലത്ത് പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ പാരൻസ് വെർ റോൾ മോഡൽസ് ടു ദ ചിൽഡ്രൻ. അവരിലൂടെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ഒരു കാലത്ത് അറിഞ്ഞിരുന്നത്. അവരെല്ലാത്തിനും അച്ഛനെപ്പോലെ അമ്മയെപ്പോലെ സാരി ഉടുക്കാൻ, അച്ഛനെപ്പോലെ മീശ പിരിക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്ന കുട്ടിക്കാലത്തൂടെ വളർന്നു വന്ന ആളുകളാണ്. പിന്നീട് അധ്യാപകരെ കാണുമ്പോഴാണ് മറ്റു വിവരമുള്ള ആളുകൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ടെന്നറിയാം. ഇന്നൊരു പക്ഷേ ഒരു ഫങ്ഷണൽ പാരൻറ്റിങ് വേണ്ടത്ര ഉണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ടി വരിക പലപ്പോഴും പാരൻസിൻ്റെ ഹെൽപ്ലെസ്നെസ് കാണുന്ന സമയത്താണ്. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ലോകവുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഒരു മൊബൈൽ ഫോണോ ഒരു ഇൻ്റർനെറ്റോ മതി ലോകത്തുള്ള ഏത് കാര്യങ്ങളുമായി കുട്ടിക്ക് കണക്ട് ചെയ്യാനായിട്ട്. കുട്ടി ടെക്നോളജിയിൽ വളരെ പെട്ടെന്ന് ആകൃഷ്ടനാവുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് അച്ഛനും അമ്മയും ഒത്തുള്ള വാം മോമെൻറ്റ്സ് ആണ്. പണ്ടൊരു സിനിമയിൽ പറഞ്ഞതുപോലെ കത്തി താഴെയിടറ അച്ഛനാ പറയുന്നതെന്ന് പറയുന്നത് പോലെ ഇന്ന് അഡോളസൻസിലേക്ക് കിടക്കുന്ന കുട്ടികളോട് അച്ഛനും അമ്മയും അപ്പുറത്തും ഇപ്പുറത്തും എന്ന് പറയാണ്. അച്ഛനാടാ പറയുന്നത്, അമ്മയാടാ പറയുന്നത്, വെക്കടാ മൊബൈൽ താഴേന്ന്, നടക്കുമോ? ഇന്ന് കുട്ടികളോടുള്ള കമ്മ്യൂണിക്കേഷൻ പുതിയ രീതിയിൽ പുതിയ കാലത്തിനനുസരിച്ച് അവരുടെ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് നടത്താൻ കഴിഞ്ഞാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ അവരിലേക്ക് എത്തിച്ചേരും. കുട്ടികളെ വളർത്താൻ ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പറയുന്നതിന് പകരം ഈ പശ്ചാത്തലത്തിൽ തന്നെ നിന്നുകൊണ്ട് കുട്ടികളെ വളരാൻ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാ രക്ഷിതാക്കൾക്കുമുണ്ട്. നമുക്കറിയാം പല സ്ഥലത്തും കുട്ടികൾ കുഴപ്പങ്ങളിൽ ചെന്നുപെടുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷേ വളർന്നു കഴിഞ്ഞാൽ യൗവന ദശയിലൊക്കെ അവർ കുഴപ്പങ്ങളിൽ ചെന്ന് സമയത്ത് പലപ്പോഴും അതിനെ അനലൈസ് ചെയ്യുന്ന ആളുകൾ പറയുന്നു ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഒരു ഫങ്ഷണൽ പാരൻറ്റിങ്ങിൻ്റെ അഭാവമുണ്ട് എന്ന്. ചിലപ്പോഴൊക്കെ മാനസിക രോഗ വിദഗ്ധർ പറയുന്നു അത് പാരൻറ്റിങ്ങിൻ്റെ തകരാറ് കൊണ്ടാണ് കുട്ടി കൈവിട്ടു പോയത് എന്ന്. കുറ്റവാളികളെ കണ്ടെത്തുന്ന സമയത്ത് പോലീസുകാർ പറയുന്നു പാരൻറ്റിങ്ങിൻ്റെ തകരാറാണ്, അതിന് അവരുപയോഗിക്കുന്ന ഭാഷ ചിലപ്പോൾ നാടൻ ഭാഷയാവും, കുട്ടികൾ വഴിതെറ്റിപ്പോയത് എന്ന്. തീർച്ചയായും നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒരു പക്ഷേ നമ്മൾ പറയും ജീവിക്കുന്നത് തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ്. ജീവിക്കുന്നതെന്നല്ല പറയാം, നമ്മളീ കഷ്ടപ്പെടുന്നതൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയും. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രവും ഒരു കലയും എങ്ങനെയാണ് നമ്മളുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ ഇടപെടേണ്ടത്, അതും അവരുടെ വിവിധ വളർച്ചയുടെ ഘട്ടങ്ങളിൽ വളരെ ചെറിയ പ്രായത്തിലുള്ള ഇടപെടൽ യൗവന ദശയിലോ കൗമാരദശയിലോ ഒന്നും കുട്ടികളോട് സാധ്യമല്ല. ശൈശവം വേറെയാണ്, ബാല്യം വേറെയാണ്, കൗമാരം വേറെയാണ്. അവിടെയൊക്കെ ഇടപെടാനുള്ള സ്ട്രാറ്റജികളും വേറെയാണ്. അതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിശദമായിട്ടുള്ള ചർച്ച എല്ലാവരുടെയും അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെ അതിന് ചില മാർഗനിർദ്ദേശങ്ങളും ഈ പാരൻറ്റിങ് വർക്ക്ഷോപ്പിൽ നൽകണം എന്ന് ആഗ്രഹിക്കുന്നു. ധാരാളം രക്ഷിതാക്കളെ കുഞ്ഞുങ്ങളെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് പറയും സാറേ ഇതാണ് അവൻ്റെ പ്രശ്നം, അവളുടെ പ്രശ്നം, സാറേ ഇങ്ങനെയൊന്ന് പറയണം എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾക്ക് പ്രശ്നവും പരിഹാരവും അറിയാമല്ലോ, നിങ്ങൾക്ക് തന്നെ ഇടപെട്ടൂടെ? അപ്പോൾ അവർ പറയും സാറേ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് അത് കൈവിട്ടു പോയാലോ എന്ന ഭയത്തിൽ ജീവിക്കുന്ന, ഹെൽപ്ലെസ്നെസ്സിൽ ജീവിക്കുന്ന, ഇനി ഇതൊന്നുമല്ലെങ്കിലും നമ്മുടെ കുട്ടികളോട് കൂടുതൽ സ്നേഹത്തോടു കൂടി ഇടപെടാനും ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സന്തോഷം ആസ്വദിക്കാനും ആഗ്രഹിക്കുന്ന എല്ലാ രക്ഷിതാക്കളെയും ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം.